പൊന്നളിയ നമ്മളുണ്ടല്ലോ ഈ ഒരു ട്രെയിനിൽ കയറി ബെർലിനിൽ നിന്ന് ഇരിക്കാൻ തുടങ്ങിയത്. ബെർലിനും പോട്ടെ ഹനോവറിൽ നിന്ന് അല്ലേ, ഉവൽസിനിന്ന് നമ്മൾ ഈ ട്രെയിനിൽ നമ്മളിരിക്കാൻ തുടങ്ങിയതാണ്. നമ്മൾ കുറേ നേരമായി ഈ ട്രെയിനിൽ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം. ഭയങ്കര ഒച്ചപ്പാടും പാടും. ചുമ്മാ ഒന്ന് പോയി നോക്കിയതാ. കുമാര എന്നൊക്കെയാണ് കേൾക്കണേ. അപ്പം തന്നെ സെറ്റപ്പ് മനസ്സിലായല്ലോ. ചുമ്മാ ഒന്ന് പോയി നോക്കിയതാ. ഒരു പയ്യനുണ്ട്, പിന്നെ എപ്പോഴും പെണ്ണുങ്ങളാണ്, ഒരു 4-5 പേര്. അറഞ്ചും പുറഞ്ചും ഒച്ചപ്പാടും പാടും ചിരിമിറ്റ് ട്രെയിനിൻ്റെ പുറത്ത് കേൾക്കാം. കൊക്ക ഭയങ്കര ബഹളം അടിയവേ. ഞാൻ താഴെ പോയി ഒന്ന് പറയുകയും ചെയ്തു അളിയനോട്, ലിറ്റിൽ ബിൽ ലൗഡറാണ്. ഇവിടെ ഇരിക്കുന്നവരൊക്കെ ആൾക്കാരൊക്കെ ഈ സീറ്റിൽ ഇരിക്കുന്ന ഒരു ചേച്ചി ഉണ്ടായിരുന്നു, അവരൊക്കെ തിരിഞ്ഞു നോക്കണം. പിന്നെ നടന്നു പോണ ആൾക്കാരൊക്കെ ശ്രദ്ധിക്കേണ്ടായിരുന്നു കാര്യമായിട്ട്. ഇപ്പോഴും കേൾക്കാം, ഇപ്പോഴും അത് അടങ്ങിയിട്ടില്ല. താഴെ അങ്ങേ മൂലക്കെന്നായി കേൾക്കണമെന്ന് ഓർക്കണം കേട്ടോ. ഈ മാതിരി ബഹളം ഉണ്ടാക്കി ചുമ്മാ മനുഷ്യനെ വെറുപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? ഇത് ജർമ്മനിയാണെന്നും അതുപോലെ ഇത് എന്താ ഈ ഒരു ട്രെയിനാണെന്നുള്ള യാതൊരു ബോധവുമില്ല. അവരവിടെ നിന്ന് UP-ന്ന് മറ്റേ എന്നാ ഇങ്ങോട്ടേക്ക് ശബരി എക്സ്പ്രസ്സിന് പോകണമെന്ന് ഓർത്താൽ ഈ ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടാക്കണം. നോർത്ത് സൈഡിൽ നിന്നുള്ളവരോ അല്ലെങ്കിൽ വേറെ സ്റ്റേറ്റിൽ നിന്നുള്ളവരായതുകൊണ്ട് നമ്മൾ കുറ്റം പറയണമല്ല. അപ്പം നമ്മുടെ ഭാഗത്തുനിന്നുണ്ടെങ്കിലും മല്ലൂസ് ഉണ്ടാക്കിയാലും നമ്മൾ ഈ അഭിപ്രായം തന്നെ പറയും. എന്നാ ഒരു ഒച്ചപ്പാടും ബഹളവും, ഒരു പരിധിയില്ലേ. ഇവിടെ ഇരുന്നവരൊക്കെ തിരിഞ്ഞു നോക്കണം ഈ ഒച്ചപ്പാടും ബഹളവും കേട്ടിട്ട്. ചുമ്മാ കാണണ കരവിലാന്ന്. എന്നാ പറയാനാ, ഇത് ശരിയാണോ? മറ്റുള്ള പാസഞ്ചേഴ്സിന് ബുദ്ധിമുട്ടല്ലേ? ഉറപ്പായിട്ടല്ലേ. ഇപ്പം നമ്മളിവിടെ കിടന്ന് ഉറങ്ങുന്ന ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്കത് ബുദ്ധിമുട്ടല്ലേ? നമ്മൾ പിന്നെയും ഇതിപ്പോ അതല്ല പോട്ടെ, നമ്മളിപ്പോ ഇതിന്റെ മേളിലായിരിക്കുന്നത്, എന്നിട്ട് നമുക്ക് ഇത്രയും ബുദ്ധിമുട്ട്. അപ്പൊ അവരുടെ അടുത്തിരിക്കുന്നവർക്കോ? അവര് പറയാത്തവരാ. എല്ലാവരും അങ്ങനെയല്ല. ചിലർക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ നന്നായിട്ട് റിയാക്ട് ചെയ്യുന്ന ജർമ്മൻസ് ഒക്കെ ഉണ്ട് ഇല്ലേ? പിന്നല്ലേ. ഇപ്പം ഇൻ കേസ് ഇപ്പം ഞാൻ അവിടെ ഇരുന്ന് ബുക്ക് വായിക്കുകയോ പഠിക്കുകയോ കോൺസെൻട്രേഷൻ പോവില്ല അവർക്ക്. അതൊക്കെ ശ്രദ്ധിക്കാവുന്ന. ഞാൻ ഓർത്ത് ഈ സൈഡിലിരിക്കുന്നതായിരിക്കും, അതായിരിക്കും ഇത്ര ഒച്ചാന്ന്. നീ വന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത്. ബ്രദറെ കുറച്ച് ലൗഡറാണ്, അവിടെ ആൾക്കാർ നോട്ടീസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അന്നേരം അവനൊരുമാതിരി കളിയാക്കിയ മാതിരി കൂടെ. പിന്നെ ആ പെണ്ണുങ്ങളും അവരെന്നെക്കുറിച്ച് എന്താ പറയുക, എനിക്ക് ഹിന്ദി അറിയാൻ പാടില്ല, അതുകൊണ്ട് മനസ്സിലായില്ല. എന്തോക്കെ നമ്മളെയും കളിയാക്കി പിന്നെ പറയും പോലെയൊക്കെ തോന്നി. എന്നേലും ആവട്ടെ, ഉള്ളവരുണ്ട്. പക്ഷേ ഇത് ബാധിക്കുന്നത് കംപ്ലീറ്റ് ഇന്ത്യൻസിനെ ആയിരിക്കും. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു കേസിനെ പറ്റി പറഞ്ഞായിരുന്നു. ഇങ്ങനെ ഞാൻ കുറച്ചുകൂടെ സൈലൻ്റ് ആണ് കമ്പയർഡ് ടു മറ്റുള്ള പിള്ളേരെ വെച്ചിട്ട് ക്ലാസ്സിൽ. അപ്പം അങ്ങനെ ഒരു രീതിയിൽ ഇവരെൻ്റെ അടുത്ത് സംസാരിച്ചു. അവൻ എൻ്റെ അടുത്ത് പച്ചയ്ക്ക് പറഞ്ഞു, ഞാൻ റേസിസോ അങ്ങനത്തെ ഒരു ഇതിലും പറയുന്നതല്ല, കാരണം നീ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, ആ ഒരു ഇതിൽ ഞാൻ പറയുന്നതല്ല. നേരെ മറിച്ച് നിങ്ങളെ ആൾക്കാരാണെങ്കിൽ പോലും ചിലരുടെ കാര്യങ്ങൾ നമ്മൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഓഫ് കോഴ്സ് നിങ്ങളെ ആവശ്യമുണ്ട്, ഇവിടെ ജർമ്മനിയിൽ ആവശ്യമുണ്ട്, എന്നാലും അവരുടേതായിട്ടുള്ള കൾച്ചറും കാര്യങ്ങളൊക്കെ നിങ്ങളും അഡ്ജസ്റ്റ് ചെയ്ത് പോകണ്ടേ. ഇപ്പം ഞങ്ങൾ നിങ്ങളുടെ നാട്ടിൽ വരുമ്പം അതും ഇതൊക്കെ കാണിച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടത്തില്ല എന്നുള്ള രീതിയിൽ അവൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, എനിക്കറിയാം, പക്ഷേ അങ്ങനെയാണ്, ഞാൻ അങ്ങനെയല്ല, എനിക്ക് പറയാൻ പറ്റില്ലല്ലോ എന്നെപ്പോലെ എല്ലാവരും ആവണമെന്നുള്ളൊരിതിൽ. നമ്മളൊരു ഈ ഒരു സൊസൈറ്റിയിൽ വരുമ്പോഴത്തേനും ഇവരുടെ എന്താ കാര്യങ്ങളിലൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലൊക്കെ ഈ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഈ സെറ്റപ്പൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, അതിൻ്റേതായ ഒരു മാനേഴ്സ് നമ്മൾ എന്നാണെങ്കിലും കാണിക്കേണ്ടതായിട്ടു. ഭയങ്കര ഷോകമാണ്. ഇന്ന് അത്ര ഷോകം ഓടിച്ചു, കാരണം നമ്മൾ കുറേ നേരമായിട്ട് ഇങ്ങനെ കേട്ടോണ്ടിരിക്കും. പിന്നെ നമ്മുടെയൊക്കെ മൈൻഡിൽ ഇതുണ്ട്. ഒരു ദിവസം ഞാനിങ്ങനെ ഒരു ഷോപ്പിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പോയപ്പോഴത്തേനും അവിടെ 1-2 ദിവസം ഞാൻ ട്രയലിനാണ് നിന്നുള്ളൂ, ഒരു ദിവസം നിന്നുള്ളൂ. ഐ തിങ്ക് അവിടെ ഒരുത്തം വന്നിട്ട് എന്നോട് ചോദിച്ചു, ഞാൻ കേരളത്തിൽ നിന്നാണ് പറഞ്ഞത്. അവൻ കേരള എന്നാണ് അവനോട് പറഞ്ഞത്, നിങ്ങൾ എവിടെ നിന്നാണെന്ന് ചോദിച്ചപ്പോൾ. അപ്പോൾ തന്നെ അവൻ ചോദിക്കുക, നിങ്ങൾ ഈ കേരളത്തിൽ നിന്ന് വരുന്നവരെന്താ ഇങ്ങനെ പറയുന്നതെന്ന്? നിങ്ങളെല്ലാവരും കേരളത്തിൽ നിന്നാണല്ലോ പറയണേ, എന്തുകൊണ്ട് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ സിറ്റി കേരളത്തിൽ നിന്നാണെന്ന് പറയുന്നില്ല എന്ന്. എന്നിട്ട് ഞാൻ ജസ്റ്റ് അവനെ ചിരിച്ച് ഒന്നുമില്ല ചുമ്മാ അങ്ങനെ പറയണേന്നുള്ളൊരു സെറ്റപ്പിൽ പറഞ്ഞു. അപ്പോഴത്തേനും എന്താ അവൻ ചോദിക്കുന്നേ കേട്ടോ, നിങ്ങൾക്ക് ഡിഗ്രി ഉള്ളതുകൊണ്ടാണോ? എന്താണേലും താഴെ ഇരിക്കുന്നവരൊക്കെ നമ്മളെക്കാളും എഡ്യൂക്കേറ്റഡ് ആയിരിക്കും.